എന്തുകൊണ്ടാണ് വിസിമാരെ കേന്ദ്രം നിയമിക്കുന്നത് എന്നാണ് അഭിലാഷിന്റെ ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിന്റെ ടോൺ ഒന്ന് കേട്ട് നോക്കി. ഓട് പൊളിച്ച് അങ്ങനെയല്ലല്ലോ ഒരു പ്രത്യയശാസ്ത്രത്തെ പ്രവേശിപ്പിക്കേണ്ടത്. ഓട് പൊളിച്ച് സർവകലാശാലകളിൽ അകത്ത് കയറി നട്ട് വളർത്തേണ്ടതാണോ RSSന്റെ പ്രത്യയശാസ്ത്രം? ശ്രീ പത്മനാഭൻജി അതിനുള്ള മറുപടിയോടെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേട്ടാലോ നമുക്ക്? ഈ വീഡിയോ കണ്ടു. പല സർവകലാശാലകളുടെയും ചാൻസലർ, വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഒക്കെയാണ്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ അവിടെയാണുള്ളത്. കേന്ദ്ര സഹായം UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ വമ്പിച്ച സാമ്പത്തിക സഹായം ലഭിക്കുന്നത് കൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ ഒരു സേ വന്നത്. അതിന് പൈസ തരുന്ന സഹായിക്കുന്നവരാണ് അവര്. അതുകൊണ്ടാണ് അവർക്ക് സേ വന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന് സർവകലാശാലകളിൽ നിർണായകമായ പങ്കുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, സുപ്രീം കോടതി പറഞ്ഞതാണ്. ഇപ്പൊ അടുത്ത കാലത്ത് സുപ്രീം കോടതി ഒരു വിധി വന്നു സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ. കാരണം ഇത് വിദ്യാഭ്യാസ വകുപ്പ് സബ്ജക്റ്റാണ്, എഡ്യൂക്കേഷൻ ആണ് സബ്ജക്ട്. ആ സബ്ജക്ട് കൺകറന്റ് ലിസ്റ്റ് പെട്ടതാ. യൂണിയൻ ലിസ്റ്റ് പെട്ടതുമല്ല, സ്റ്റേറ്റ് ലിസ്റ്റ് പെട്ടതുമല്ല, കൺകറന്റ് ലിസ്റ്റ് പെട്ടതാ. Concurrent list is the person that the state can make law, the union can make law. Yes. But if there is a conflict between the state law and the union law, then the union law will stand. സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കുക, കേന്ദ്രത്തിന് നിയമം ഉണ്ടാക്കുക. പക്ഷെ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിൽ തർക്കം വന്നാൽ കേന്ദ്ര നിയമം നിലനിൽക്കും. സുപ്രീം കോടതി പറഞ്ഞു, കേന്ദ്ര നിയമം എന്ന് പറഞ്ഞത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ വകുപ്പുകൾ മാത്രമല്ല, സബോർഡിനേറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ കൂടി നിലനിൽക്കുക അതാണ്. സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിനും അതോടൊപ്പം കേന്ദ്ര നിയമത്തിലെ സബോർഡിനേറ്റ് രജിസ്ട്രേഷൻ അങ്ങക്ക് അറിയാലോ, ചട്ടങ്ങളും ഓർഡറുകളും കൽപ്പനകളും അതാണ് തമ്മിൽ തർക്കമെങ്കിൽ അപ്പോഴും ചട്ടങ്ങളും കൽപ്പനകളുമാണ് നിലനിൽക്കുക.